ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോബിൻ. ഇത് മിഷാമാക്സ് ബ്ലോഗ് 18. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന തഞ്ചാവൂർ കേട്ടോ. തഞ്ചാവൂരുള്ള മാറാത്ത പാലസിൻ്റെ ഫ്രണ്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ മണിഗോപുരമാണ് കേട്ടോ ഈ കാണുന്നത്. 16-ാം നൂറ്റാണ്ടിൽ നായക് ഭരണാധികാരികൾ നിർമ്മിച്ച 7 നിലകളുള്ള ഒരു വാച്ച് ടവർ ആയിരുന്നു കേട്ടോ തഞ്ചാവൂരിലെ മാറത്ത കൊട്ടാരത്തിന് സമീപത്തായിട്ടുള്ള മണിഗോപുരം അഥവാ മാടമാളികൈ എന്ന് അറിയപ്പെടുന്നത്. ആദ്യകാലങ്ങളിൽ ഇതൊരു വാച്ച് ടവറായും തുടർന്ന് സമയം മനസ്സിലാക്കാനുള്ള സമയസൂചിക ഉപകരണമായിട്ടും ഈ ടവർ പ്രവർത്തിച്ചിരുന്നു. അന്നത്തെ കാലത്ത് ഇതിനുള്ളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്ലോക്ക് എന്നത് വൈൻഡിങ് മെക്കാനിസം ഉപയോഗിക്കുന്ന ടൈപ്പിലുള്ള ഒരു ക്ലോക്ക് ആയിരുന്നു. അതായത് കൃത്യമായ ഇടവേളകളിൽ മാനുവലായിട്ട് വൈൻഡിങ് ചെയ്യുന്ന ഒരു ഭാരമേറിയ മെക്കാനിസം രീതിയായിരുന്നു ഈ ക്ലോക്കിൻ്റെ അകത്ത് ഉപയോഗിച്ചിരുന്നത്. 4 വശത്തേക്കും ഫേസുകളുള്ള ഒറ്റ പെൻഡുലം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന, അതുപോലെ ഓരോ ഫേസിനും വെവ്വേറെ സജ്ജീകരിക്കുന്നതിന് പകരം ഒറ്റ പെൻഡുലത്തിൽ തന്നെ സെൻട്രൽ ഷാഫ്റ്റ് കൈകൾ ചലിക്കുന്ന രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനം നടത്തിയിരുന്നത്. മണിഗോപുരത്തിന്റെ ഏറ്റവും മുകളിലേക്കുള്ള സ്റ്റെപ്പുകളാണ് കേട്ടോ ഇതെല്ലാം ഇപ്പം ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സന്ദർശകർക്ക് ഇത് അനുവദിക്കുന്നില്ല അങ്ങോട്ട് കയറാൻ. ഇത് മണിഗോപുരത്തിന്റെ ഏറ്റവും പുറകുവശത്തായിട്ട് ഇടുങ്ങിയ ഒരു പാതയാണ് കേട്ടോ. അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിലേക്ക് ഇറങ്ങാവുന്ന ടൈപ്പിലുള്ള ഒരു പാതയുണ്ട്. ഇതിലൂടെ പോയി ഏറ്റവും അങ്ങറ്റത്ത് ചെന്നാലാണ് അങ്ങോട്ടേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്പുകളുള്ളത്. അതുപോലെ സെൻട്രൽ ഷാഫ്റ്റ് വഴി സ്വമേധയെ തിരിയുകയും സമയം ക്രമീകരിക്കുകയും ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരുന്നതെങ്കിലും ഒരു മെക്കാനിക്കൽ ഗിയർ സിസ്റ്റം കൂടി ഇതിനുണ്ടായിരുന്നു. അങ്ങനെയാണ് ഓരോ മണിക്കൂർ ഇടവിട്ട് ബെല്ല് മുഴങ്ങിക്കൊണ്ടിരുന്നത്. 1883 തഞ്ചാവൂരിൽ തന്നെ നിർമ്മിച്ച റാണീസ് ക്ലോക്ക് ടവറിലെ അതേ മാനുവൽ സിസ്റ്റം തന്നെയാണ് ഇതിൻ്റെ അകത്തും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഇനി മണിഗോപുരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിട്ടുള്ള വാസ്തുവിദ്യയാണ്. അതായത് നായക് അതുപോലെ മറാത്ത ശൈലികളുടെ ഒരു മിശ്രിതമാണ് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നീണ്ട ഇടനാഴികളും അതുപോലെ ഇടുങ്ങിയതും വളഞ്ഞു പൊളഞ്ഞതുമായ പടികള്, ശബ്ദ അറകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ നടപ്പിനെ മനസ്സിലാക്കാവുന്ന രീതിയിലുള്ള പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത അറകള്, അതുപോലെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളിൽ വെള്ളം നിറയ്ക്കാനുള്ള സംവിധാനങ്ങള്, അതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി രക്ഷപ്പെട്ടു പോകാനുള്ള തുരങ്കങ്ങൾ എല്ലാം ഉൾപ്പെടുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. നമ്മളിപ്പോൾ ഇതിൽ നിൽക്കുന്ന അണ്ടർഗ്രൗണ്ട് സിസ്റ്റം വരുന്ന ഭാഗത്താണ് കേട്ടോ. ഇതിൻ്റെ മേൽഭാഗത്തുള്ള കുറേ ഭാഗങ്ങളൊക്കെ ഇടിഞ്ഞു വീണ് പോയതാണ്. രണ്ടാമത് അത് പുതുക്കി പണിതിപ്പോൾ അത് ക്ലിയർ ആയിട്ട് പണിതിട്ടില്ല. അതുപോലെ ഈ കാണുന്ന ഭാഗങ്ങളിലെ ഈ ഒരു തൂണ് നമ്മൾ ഒരാളിങ്ങനെ എത്തിപ്പിടിച്ചാൽ പോലും എത്തില്ലാത്ത രീതിയിലാണ് ഇതിൻ്റെ ഓരോ നിർമ്മാണവും നടന്നിരിക്കുന്നത്. ഇനി ഈ ഇടനാഴികളിൽ കൂടി നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് ചെന്നാൽ ഇത് അങ്ങേരത്ത് കാണുന്ന ഭാഗം കണ്ടോ, അതിലൂടെ ഉള്ളിലോട്ട് കയറി രക്ഷപ്പെടാവുന്ന ഒരു ഭാഗമുണ്ട്. അതുപോലെ ഇതിൻ്റെ വലതുവശത്തായിട്ട് ഒരു ചെറിയ കിടങ്ങ് പോലുള്ളതുണ്ട്. അതിലൂടെ ഒരു തുരങ്കമുണ്ട്. ആ തുരങ്കത്തിൽ കൂടെ രക്ഷപ്പെട്ടു പോകാനുള്ള മാർഗ്ഗങ്ങളെല്ലാം സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതാട്ടോ ഈ കാണുന്നതാണ് ആ തുരങ്കം. ഇതിൻ്റെ അകത്തോടെ വെള്ളം നിറച്ചിരുന്ന ഒരു സംവിധാനം ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അതിക്രൂരന്മാരായ കുറ്റവാളികളെ പിടിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് തണുത്ത വെള്ളം നിറച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇറക്കി നിർത്തുന്ന ഒരു ശിക്ഷാരീതി കൂടി ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. മണിഗോപുരത്തിന്റെ വശങ്ങളോട് ചേർന്നിട്ടുള്ള ഭാഗങ്ങൾ സുരക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഭാഗങ്ങളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ഇതിന്റെ എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും വളരെ ഗംഭീരമായിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അന്നത്തെ കാലത്ത് വളരെ പ്രയാസപ്പെട്ട് തന്നെയാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. തടവിലാക്കപ്പെട്ട കുറ്റവാളികളെ കൊണ്ട് അതിക്രൂരമായിട്ടാണ് ഇതിൻ്റെ അകത്ത് പണിയെടുപ്പിച്ചിരുന്നത് എന്നൊക്കെ കണക്കാക്കപ്പെടുന്നുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് ശത്രുക്കൾ ഈ കൊട്ടാരത്തിന്റെ പരിസരങ്ങളും കീഴടക്കിയിട്ടുണ്ട് എങ്കിലും ഇതിന്റെ മുകളിൽ എത്തിച്ചേരാൻ അവർ നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം വളരെ വേഗത്തിൽ ഇതിന്റെ മുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലല്ല ഇതിന്റെ രൂപകൽപ്പന. മണിഗോപുരത്തിന്റെ മുകളിലേക്ക് എത്തിച്ചേരാൻ ഒന്നിലധികം പാസേജുകൾ ഉണ്ട് എങ്കിലും എല്ലാം ഇടുങ്ങിയ രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അതായത് ഓടിച്ചെന്ന് കയറാൻ പറ്റുന്ന രീതിയിലല്ല. അതായത് ഇവിടെ നോക്കൂ, എളുപ്പത്തിൽ മുകളിലേക്ക് കയറാൻ പറ്റുന്ന രീതിയിലല്ല. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു നല്ല അടിപൊളി വീഡിയോയുമായി കാണുന്നോടം വരെ ബൈ ബൈ.